ഹലോ, ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ബൊഗെയിൻവില്ല. മിക്ക പ്ലാന്റ്സിലും ഫ്ലവർ ഇല്ലാതെ ആകുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് വരും. ആ വരുന്ന ബ്രാഞ്ചസിലെല്ലാം ഫ്ലവേഴ്സ് ഉണ്ടായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ നമ്മൾ ഈ ഒരു സമയത്ത് ഒരിക്കലും ബൊഗെയിൻവില്ലയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. വലിയ ചെടിയായിട്ടും അതിൽ ഫ്ലവേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആയിരിക്കും. ഈ ഒരു ടൈമിൽ പ്രൂൺ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം ബൊഗെയിൻവില്ലയുടെ ഫ്ലവേഴ്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ ഏറ്റവും ടിപ്പിൽ നിന്നായിരിക്കും ഫ്ലവേഴ്സ് വരുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ ഒരു ടൈമിൽ പ്ലാന്റ് പ്രൂൺ ചെയ്ത് കൊടുക്കാതിരിക്കുക. നമ്മൾ പ്ലാന്റിൽ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓരോ പ്ലാന്റിൻ്റെയും ആ ഒരു തുമ്പത്തായിരിക്കും ഫ്ലവേഴ്സ് വരുന്നത്. വലിയ പ്ലാന്റ്സ് ആയിട്ടും അതിൽ ഫ്ലവേഴ്സ് വരണില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഫ്ലവറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ബൊഗെയിൻവില്ലയുടെ ഒരു പ്രത്യേകത, ഒരുപാട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് അല്ല. ഈ ഒരു ചെടിക്ക് വളരെ കുറച്ച് വെള്ളം മതി. ചൂട് കൂടുതലുള്ള കാലാവസ്ഥയിലാണ് ഈ ഒരു പ്ലാന്റിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്